ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 8ാം ക്ലാസ്സിലെ CBSEയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കൊറോണയുടെ കാലമാണ്, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സേഫായിട്ട് നിൽക്കുക. പിന്നെ അതേപോലെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ സജീവമായിട്ട് നടക്കുകയാണ്. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് ക്ലാസ് പോസ്റ്റ് ചെയ്തത് NCERT മാത്സ് ക്ലാസ്സുകളാണ്. അപ്പോൾ എനിക്ക് അതിൽ നിന്നാണ് ഇപ്പോഴും കൂടുതൽ കമൻറ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഒരു ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ലൈവ് സ്ട്രീമിങ്ങിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്താലോ എന്നൊരു പദ്ധതിയുണ്ട്. മാത്സ്, സയൻസ്, സോഷ്യലൊക്കെ, NCERT ഒക്കെ. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വേണം അതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് കിടക്കാം. എൻ്റെ പേര് ഫസിൽ ബാവ റൗത്തർ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ഹൗ, വെൻ ആൻഡ് വെയർ. ഹൗ, വെൻ ആൻഡ് വെയർ. നമ്മൾ ഹിസ്റ്ററിയെ പറ്റി പറയുമ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ഹിസ്റ്ററി അത്ര ഇഷ്ടമല്ല. അതിൻ്റെ കാരണമായിട്ട് ചോദിക്കുമ്പോൾ പറയുന്നത് ഡേറ്റ് ഓർത്തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ ഇതിലെ കാര്യങ്ങളെയൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയാണ്, അതിലൊരു കഥ പോലെ ഇതിലെ കാര്യങ്ങളെ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ വളരെയധികം ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് തന്നെ ഹൗ ഇമ്പോർട്ടൻറ്റ് ആർ ഡേറ്റ്സ് എന്നുള്ളൊരു സെക്ഷനാണ്. ഈ ഹിസ്റ്റോറിയൻസിൻ്റെ ഇടയിൽ തന്നെ വളരെയധികം ഡിബേറ്റബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു രാജാവിൻ്റെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്നാണ് ക്രൗൺ ചെയ്തത്, അല്ലെങ്കിൽ ഫേമസ് ബാറ്റിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പല ഹിസ്റ്റോറിയൻസിൻ്റെ ഇടയിൽ എന്തുണ്ടാവും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇനി നമ്മൾ ഹിസ്റ്ററിനെ പറ്റി വേറൊരു തലത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഓവർ ടൈം എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഹൗ തിങ്സ് വെയർ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഹൗ ഇറ്റ് ചേഞ്ച്ഡ്. ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ട് കാലത്തെ ആളുകൾ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് മനുഷ്യൻ ചക്രം കണ്ടുപിടിക്കുന്നു. ശേഷം അതിൽ നിന്ന് മാറ്റങ്ങളായി പലതരം വണ്ടികൾ വരുന്നു. ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ പ്ലെയിൻ തുടങ്ങി കാറുകൾ, പല ഓട്ടോമേറ്റഡ് വണ്ടികളും നമ്മൾ എത്തി നിൽക്കുകയാണ്. സോ ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ മുമ്പുണ്ടായതിനെ അപേക്ഷിച്ച് എന്ത് മാറ്റമാണ് ഉണ്ടായത്, അതാണ് നമ്മൾ ഈ ഹിസ്റ്ററിയുടെ വേറൊരു തലത്തിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്. ഹൗ തിങ്സ് വെയർ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഹൗ തിങ്സ് ചേഞ്ച്ഡ്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് വാക്കാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയുന്നത്. അടുത്താണ് ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ റിയൽ ലൈഫിൽ ജീവിക്കുമ്പോൾ പല കാര്യങ്ങളെ നമ്മളത് ഗ്രാൻഡഡ് ആയിട്ടാണ് എടുക്കുന്നത്. അതായത് സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒറിജിനെ പറ്റിയും ചായപ്പൊടി എവിടെ ഉണ്ടായി, അല്ലെങ്കിൽ ആദ്യമായിട്ട് ആരാണ് ചായ കുടിച്ചു തുടങ്ങിയത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും നമ്മൾ ബോധവല്ല. നമ്മൾ എങ്ങനെയെങ്കിലും ചായ കുടിക്കുക, അടുത്ത പരിപാടി നോക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ന്യൂസ് പേപ്പറിൻ്റെ കാര്യമാണെങ്കിലും റെയിൽവേയുടെ കാര്യമാണെങ്കിലും നമ്മൾ ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യനിങ് ഒന്നും ഇങ്ങനെ കാര്യമായിട്ട് ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ചെയ്തിരുന്ന ഒരു ടൈമുണ്ട്, നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത്. അപ്പോഴാണ് നമുക്ക് ഇതേപോലെ കാര്യങ്ങളെപ്പറ്റി അറിയാനായിട്ടുള്ള ആഗ്രഹങ്ങൾ കൂടുതലുണ്ടായിരുന്നത്. നമ്മൾ വലുതാവും തോറും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, നമ്മളിൽ നിന്ന് പയ്യെ ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളത് അങ്ങനെ ആവരുത്. നമ്മൾ കൂടുതലും എന്ത് ചെയ്യണം, അന്വേഷണം നമ്മളിൽ ഉണ്ടാവണം. ഓരോ കാര്യങ്ങളെപ്പറ്റി അറിയാൻ നമ്മൾ കൂടുതൽ ശ്രമിക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ന്യൂസ് പേപ്പർ, റെയിൽവേസ്, ഇവർക്കൊക്കെ നമുക്കൊരു കൃത്യമായ ഡേറ്റ് നമ്മളെ കൊണ്ട് പറയാൻ പറ്റും. ഒന്ന് ചിന്തിച്ചു നോക്കി, 1100 ജാനുവരി 2-നാണ് മനുഷ്യൻ ആദ്യമായിട്ട് ചായ കുടിച്ച് തുടങ്ങിയെന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ അച്ചടിച്ച് തുടങ്ങിയത് 1947 ഫെബ്രുവരി 2-നാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ചില കാര്യങ്ങളുണ്ട്, അവരെയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായൊരു ഡേറ്റ് ഇട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതായത് അത് ഹാപ്പൻഡ് ഓവർ എ ടൈം. അതായത് ഒരു പീരീഡിൽ അത് എവോൾവ് ചെയ്ത് വന്നതാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്ന നൂറ്റാണ്ടിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് വന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഡേറ്റ് അപ്പോൾ നമ്മൾ പിന്നെ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇങ്ങനെ കൃത്യതയുള്ള ഡേറ്റുകളുടെ ഇമ്പോർട്ടൻസ് എവിടെയാണ് വരുന്നത്? അത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു രാജാവ് അല്ലെങ്കിൽ റൂളറിൻ്റെ കേസ് എടുക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഡേറ്റുകളുടെ സ്ട്രിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ കൂടുതലും ഡേറ്റ് റിലേറ്റഡ് ആയിട്ട് ഹിസ്റ്ററിയിൽ കാര്യങ്ങൾ വരുന്നത് ഇങ്ങനെയുള്ള സമയത്താണ്. പണ്ട് കാലത്തുള്ള രാജാക്കന്മാർ, ഫേമസ് ആയിട്ടുള്ളവർ, അവർ ജനിച്ച വർഷം, അവർ നടത്തിയ ഫേമസ് ബാറ്റിൽസ്, അവരുടെ ബിഗ് ഇവൻറ്റ്സ്, അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ, അവരുടെ സക്സസർ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഈ ഡേറ്റ് കൂടുതലും കൃത്യതയിൽ എന്ത് ചെയ്ത് വരാറ്, സ്ട്രിങ് ആയിട്ട് അതിനോട് അറേഞ്ച് ചെയ്ത് വരാറ്. റൂളേഴ്സ്, ഞാൻ പറഞ്ഞ പോലെ റൂളേഴ്സ്, അവരുടെ പോളിസീസ്, അവരുടെ സക്സഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൃത്യതയോടെ ഈ ഡേറ്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ലേറ്റർ ഹിസ്റ്റോറിയൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഡേറ്റിനെയൊക്കെ മാറി അവർ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് പിന്നീട് വന്നത് എന്തിനാന്ന് നോക്കി, ഹൗ പീപ്പിൾ ഏൺ ലൈവ്ലിഹുഡ്. ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്,
എന്താണ് അവർ കഴിച്ചിരുന്നത്, എങ്ങനെയാണ് പുതിയ സിറ്റികൾ, കിങ്ഡംസ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് എന്നുള്ളതിലോട്ട് ഹിസ്റ്റോറിയൻസിൻ്റെ ശ്രദ്ധ മാറാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ നമ്മൾ തുടക്കത്തെ സെക്ഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഡേറ്റിനെ പറ്റിയാണ്. അതായത് ഹിസ്റ്റോറിയൻസിൻ്റെ ഇടയിൽ ഡേറ്റുകൾക്കിടയിൽ തർക്കമുണ്ട് എന്നുള്ളൊരു ഫാക്ട് നമ്മൾ ഓർത്തിരിക്കുക. പിന്നെ ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്, ഹൗ തിങ്സ് വെയർ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഹൗ ഇറ്റ് ചേഞ്ച്, എങ്ങനെയാണ് ആ ഒരു മാറ്റം എത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. അതേപോലെ ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യനിനെ പറ്റി പറഞ്ഞു. ആ ഒരു ഇതിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ചായനെയും ന്യൂസ് പേപ്പറിനെയും റെയിൽവേനെയൊക്കെ പറ്റി പറഞ്ഞു. അതിന് നമുക്കൊരു കൃത്യമായൊരു ടൈം നമുക്ക് പറയാൻ പറ്റില്ല, അതൊരു ടൈമിനുള്ളിൽ വന്നതാണെന്നേ പറയാൻ പറ്റുള്ളൂ. അതേപോലെ നമുക്ക് പറയാവുന്നതാണ് ബ്രിട്ടീഷുകാരുടെ ഇവിടുത്തെ ഭരണം സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് പറയാൻ പറ്റുമോ 1857 സിപ്പോയ് മ്യൂട്ടിനിയോട് കൂടിയാണ് ഇവർ ഭരണം കൈയോടെ വന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നാഷണലിസത്തിൻ്റെ ഫീലിംഗ് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും? ഇല്ല, അത് മുമ്പുണ്ടായ പല പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ടാണ് എന്ത് ചെയ്തത്, ഓരോ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നതിനെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഡേറ്റ് കൂടുതലും എന്താണ് സ്ട്രിങ് ആയിട്ട് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് വരുന്നത് ഈ പറയുന്ന പണ്ടത്തെ രാജാക്കന്മാരുടെ ജനനം, അവരുടെ ബിഗ് ബാറ്റിൽസ്, അവരുടെ ഇടയിലുള്ള പോളിസീസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് പിന്നെയും കൂടുതലായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരിക. പിന്നെ നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയാണ് ആളുകൾ ലൈവ്ലിഹുഡ് ഏൺ ചെയ്തത്, എന്തൊക്കെയാണ് അവർ കഴിക്കാൻ തുടങ്ങിയത്, സിറ്റീസ് ഡെവലപ്പ് ചെയ്ത്, കിങ്ഡംസ് എങ്ങനെയാണ് ഉണ്ടായെന്ന്, പിന്നീടുള്ള ചരിത്രകാരന്മാർ കൂടുതൽ ഫോക്കസ് ചെയ്ത കാര്യങ്ങൾ അതൊക്കെയാണ്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ ഡേറ്റുകളാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, വിച്ച് ഡേറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ശരിക്കും ഡേറ്റ് ആസ് സച്ച് അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, അതായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന സംഭവങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത് പ്രാധാന്യമുള്ളത്. അതിപ്പോൾ നമ്മൾ അവിടെ ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോക്കസ് വേറൊരു സബ്ജക്റ്റിലോട്ട് വരികയാണെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റുകൾക്ക് എന്ത് ചെയ്യുന്നു, വാല്യൂ ഇല്ലാതെയായിട്ട് മാറുന്നു. നമുക്കതൊരു എക്സാമ്പിളായിട്ട് തന്നെ പറയാം. നമ്മുടെ ഇവിടെ ഇന്ത്യൻ ചരിത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ പറയുന്നത് ഹിസ്റ്റോറിയൻസ്, ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ് കൂടുതലും അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചരിത്രം എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇനി വരാൻ പോകുന്ന ചാപ്റ്ററുകളിൽ പല ഗവർണർ ജനറൽമാരെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട്. തുടക്കത്തിൽ നമുക്ക് ഉള്ള ആളാണ് വാരൻ ഹേസ്റ്റിങ്സ്, അവസാനത്തെ ആളാണ് മൗണ്ട് ബാറ്റൺ പ്രഭു എന്നൊക്കെ പറയുന്ന വ്യക്തിയാണ്. അതിനിടയിൽ പല പല റൂളേഴ്സ് ഇതേപോലുള്ള ഗവർണർ ജനറൽമാർ ഇവിടെ വരുന്നു. അപ്പോൾ ഈ പറയുന്ന ചരിത്രമെല്ലാം എന്ത് ചെയ്യുന്നു, ഈ ഗവർണർ ജനറൽമാരുടെ പോളിസി അസോസിയേറ്റഡ് ആയിട്ടും അവർ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് അവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്. അവിടെ എന്ത് ചെയ്യുന്നില്ല, സ്റ്റോറി ഓഫ് ലൈഫ് ഓഫ് ഇന്ത്യൻസിന് എന്തില്ല, ഇമ്പോർട്ടൻസ് ഇല്ല, അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെപ്പറ്റി നമ്മളൊരു ചരിത്രം എഴുതി കഴിയുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി ഇവരുടെ കാര്യത്തിന് എന്തില്ല, ഇമ്പോർട്ടൻസ് ഇല്ലാതെയായിട്ട് മാറും. സോ ഡേറ്റ് ആസ് സച്ച് എന്തില്ല, അതിന് വാല്യൂ ഇല്ല. അതായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങൾക്കാണ് വാല്യൂ ഉള്ളത്. അതിൽ നിന്ന് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വേറൊരു ഇതിലോട്ട് മാറുമ്പോൾ അതിൻ്റെ എന്ത് ചെയ്യുന്നു, ആ ഒരു ഇമ്പോർട്ടൻസ് മാറുന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഇനി നമ്മൾ ചരിത്രം പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് പാർട്ടുകളായിട്ടാണ് നമ്മൾ അവിടെ തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പല സെക്ഷനായിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഹിസ്റ്ററിയെ പല ഭാഗമായിട്ട് പണ്ടത്തെ കാലം അല്ലെങ്കിൽ മോഡേൺ അല്ലെങ്കിൽ മിഡീവൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കാര്യങ്ങൾ ചേഞ്ച് എങ്ങനെ വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബ്രിട്ടീഷുകാരാണ് നമ്മളുടെ ഹിസ്റ്ററി, അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊന്നും അതിൽ ഉൾപ്പെടുന്നില്ല. സോ വി നീഡ് അനദർ ഫോർമാറ്റ് ഓഫ് അവർ ഹിസ്റ്ററി. സോ ഓൾഡ് ഡേറ്റ് വിൽ നോ ലോങ്ങർ ഹാസ് ദെയർ സിഗ്നിഫിക്കൻസ്. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞതാണ്, പുതിയ പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ പണ്ടത്തെ ആ ഡേറ്റിനോ അല്ലെങ്കിൽ കാര്യങ്ങൾക്കോ ഇമ്പോർട്ടൻസ് ഇല്ലാതെയും മാറും. ഇവിടെ ഇനി അടുത്ത് ഓർത്തിരിക്കേണ്ട ആളാണ് 1817 ജെയിംസ് മിൽ എന്ന് പറഞ്ഞ വ്യക്തി എ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ പുള്ളിക്കാരൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഇന്ത്യൻ ഹിസ്റ്ററിയെ പ്രധാനമായിട്ടും 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്, ഹിന്ദു, മുസ്ലിം ആൻഡ് ബ്രിട്ടീഷ് എന്നുള്ള രീതിയിൽ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ചരിത്രത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാം, അത് ചേഞ്ചസ് മനസ്സിലാക്കാൻ എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ പറഞ്ഞ ജെയിംസ് മിൽ എന്ന് പറഞ്ഞ വ്യക്തി ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഇന്ത്യൻ ചരിത്രത്തെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്, ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ് എന്ന് പറയുന്നത്. ഇതത്ര നല്ലൊരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഇതൊരു റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ റേസ് അല്ലെങ്കിൽ ഒരു സെക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അതത്ര ഗുഡായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു കൺസെപ്റ്റ് ഓഫ് വ്യൂവിൽ ഏഷ്യൻ സൊസൈറ്റീസ് ഒക്കെ എന്താണ്, ലോവർ സിവിലൈസേഷനാണ്. അതായത് യൂറോപ്പിനെ സംബന്ധിച്ചിട്ട്
തീരെ നിലവാരം കുറഞ്ഞ രീതിയിലുള്ള ജീവിത രീതിയും കാര്യങ്ങളും അല്ലെങ്കിൽ ഡെവലപ്മെന്റും ഒക്കെയാണ് ഏഷ്യൻ സൊസൈറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരുന്നതെന്നാണ് പുള്ളി പറയുന്നത്. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം ഡെസ്പോട്ട് ഓട്ടോക്രാറ്റുകൾ അല്ലെങ്കിൽ ഏകാധിപതികളായിട്ടുള്ള രാജാക്കന്മാരാണ് എന്ത് ചെയ്തിരുന്നത് ഇവിടെ ഭരിച്ചിരുന്നതെന്നാണ് അദ്ദേഹത്തെ ഹിസ്റ്ററിയിൽ പറയുന്നത്. അതേപോലെ തന്നെ റിലീജിയസ് അസഹിഷ്ണുത, ഇൻടോളറൻസ്, അതേപോലെയുള്ള സൂപ്പർസ്റ്റീഷ്യസ് ആചാരങ്ങൾ അതൊക്കെ എന്ത് ചെയ്തിരുന്നു ഇവിടുത്തെ സാമൂഹിക ജീവിതത്തിനെ ബാധിച്ചിരുന്നു എന്നൊക്കെ പുള്ളി അതിൽ കൂടെ പറയുന്നു. പിന്നെ പുള്ളി വിചാരിക്കുന്ന കാര്യമുണ്ട്, ഒൺലി ബ്രിട്ടീഷ് കുഡ് സിവിലൈസ് ഇന്ത്യ, ഇന്ത്യയെ രക്ഷിക്കാൻ അല്ലെങ്കിൽ മോഡേണിറ്റിയിലോട്ട് എത്തിക്കാനായിട്ട് ബ്രിട്ടീഷുകാർക്കേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ഐഡിയ പുള്ളി മുന്നോട്ട് വെക്കുന്നത്. സോ ബ്രിട്ടീഷ് റൂൾ റെപ്രസെന്റ്, അതേപോലെ തന്നെ ബ്രിട്ടീഷ് റൂളിനെ പ്രോഗ്രസിന്റെയും സിവിലൈസേഷന്റെയും ഭാഗമായിട്ടാണ് പുള്ളി ഈ ഒരു സ്റ്റോറിയിൽ കൂടെ ഈ ഒരു പുസ്തകത്തിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. വിച്ച് ഡേറ്റ്സ് ആർ ഇമ്പോർട്ടൻ്റ് എന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഡേറ്റ് ആസ് സച്ച് അതിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് വരിക. അതിൽ നിന്ന് നമ്മളുടെ പോയിന്റ് ഓഫ് സ്റ്റഡി വേറൊരു കാര്യത്തിലോട്ട് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, നമ്മളുടെ ആ അവിടുത്തെ ഇമ്പോർട്ടൻസ് മാറി ഇതിലോട്ട് ഇമ്പോർട്ടൻസ് വരുന്നു. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നതാണ് ഇന്ത്യയിലെ ചരിത്രം പ്രധാനമായിട്ട് ബ്രിട്ടീഷ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഗവർണർ ജനറൽമാരുടെ കാലഘട്ടം, അപ്പോൾ നമ്മുടെ 1857 തുടങ്ങി 47 വരെയുള്ള ഒരു കാലഘട്ടം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഗവർണർ ജനറൽമാരെ ബേസ് ചെയ്തിട്ടാണ് ചരിത്രം പറയുന്നത്. അവിടെ നമ്മളുടെ കോമൺ മാൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കഥ പറയേണ്ടതുണ്ട്. അങ്ങനെ ഹിസ്റ്ററി എഴുതുമ്പോൾ ആ ഡേറ്റിലുള്ള ഇവരുടെ കഥകൾക്ക് പ്രാധാന്യമില്ലാതെ നമ്മളുടെ കഥകൾക്ക് ആ സെയിം ഇയറിന് എന്ത് ചെയ്യുന്നു, പ്രാധാന്യം വരുന്നു എന്നുള്ളതാണ്. ഇനി 1817 ജെയിംസ് മില്ലിന്റെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യനെ പറ്റിയാണ് നമ്മൾ പിന്നീട് പറഞ്ഞത്. അദ്ദേഹം എന്ത് ചെയ്തു, ഇന്ത്യൻ ഹിസ്റ്ററിനെ ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. പുള്ളിയുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഏഷ്യൻ സൊസൈറ്റികളെല്ലാം ലോവർ സിവിലൈസേഷനിലാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തുന്നത് മുമ്പ് ഹിന്ദു മുസ്ലിം ഏകാധിപതികളാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ സമൂഹത്തിൽ റിലീജിയസ് ഇൻടോളറൻസ്, മതപരമായ അസഹിഷ്ണുതയും അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും നിറഞ്ഞതായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് മാത്രമാണ്, ബ്രിട്ടീഷ് എന്ന് പറയുന്നത് പ്രോഗ്രസിന്റെയും സിവിലൈസേഷന്റെയും ഭാഗമാണ്, അവർക്ക് മാത്രമാണ് ഇന്ത്യയെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സിവിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റുമാണ് മുന്നിലുള്ളത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇനി ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ എന്നല്ലാതെ നമുക്കടുത്ത് പറയാവുന്നതാണ് എന്ത്, ഏൻഷ്യന്റ്, മിഡീവൽ ആൻഡ് മോഡേൺ എന്ന് പറയുന്നത്. ഇവിടെ കൊളോണിയൽ റൂൾ ഇല്ല കേട്ടോ, അത് എഴുതിയപ്പോൾ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടാൻ മറന്നുപോയതാണ്. ഏൻഷ്യന്റ്, മിഡീവൽ ആൻഡ് മോഡേൺ എന്നുള്ളത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ പണ്ടത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏൻഷ്യന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാചീനമായിട്ടുള്ള മനുഷ്യന്റെ ഉത്ഭവം തുടങ്ങി. നോർമൽ കേസിൽ നമ്മൾ പറയുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റിലില്ല, നോർമൽ കേസിൽ നമ്മൾ പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ തകർച്ച, അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുക്കുന്ന ഒരു സമയമുണ്ട് 1453 എന്ന് പറയുന്നത്. അതുവരെയുള്ള കാലഘട്ടമാണ് ഏൻഷ്യന്റ് പീരീഡ് എന്ന് പറയുന്നത്. ശേഷം ഏൻഷ്യന്റ് പീരീഡ് അല്ല കേട്ടോ, അതായത് റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ച എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ട്. അവിടെ വരെയാണ് നമ്മളുടെ ഒരു 7-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ട് കാലഘട്ടം വരെയാണ് നമ്മുടെ പ്രാചീനം എന്ന് പറയുന്നത്. ശേഷം 5-ാം നൂറ്റാണ്ട് തുടങ്ങി 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിനെയാണ് മിഡീവിയൽ പീരീഡ് എന്ന് പറയുന്നത്. പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കി പിടിച്ചെടുക്കുന്ന 1453 ശേഷമാണ് മോഡേൺ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമില്ല, ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. വേൾഡ് ഹിസ്റ്ററി നമ്മൾ എടുക്കുമ്പോൾ മോഡേൺ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പോഴാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഹിസ്റ്ററിനെ എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എല്ലായിടത്തും ഈ പറയുന്ന പേസിലല്ല ഈ പറയുന്ന മിഡീവലും അതേപോലെ മോഡേൺ എന്ന് പറയുന്നത്. ഉദാഹരണം ഇപ്പോൾ യൂറോപ്പിൽ മിഡീവൽ അല്ലെങ്കിൽ മോഡേൺ ഇതിലുണ്ടായ ചേഞ്ചസ് അല്ല നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. കാരണം ആ ടൈമിൽ നമ്മൾ എന്തായിരുന്നു, ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു അല്ലെങ്കിൽ അടിമത്തത്തിലായിരുന്നു. ഈ മോഡേൺ പീരീഡിലെ ചേഞ്ചസ് ടെക്നോളജിക്കൽ പരമായിട്ടോ ആ ഒരു ഉള്ള കാലം ഒന്നും നമ്മുടെ ഇന്ത്യയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കൊളോണിയൽ റൂളിന് കീഴിലായിരുന്നു. അപ്പം എന്താണ് കൊളോണിയൽ റൂൾ എന്ന് പറയുന്നത്? ഒരു രാജ്യത്തിനെ മറ്റൊരു രാജ്യം എന്ത് ചെയ്യുന്നു, കീഴ്പ്പെടുത്തി വെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയപരമായി പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, അതേപോലെ തന്നെ എക്കണോമിക്കൽ സോഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ്, അതേപോലെ കൾച്ചർ ആയിട്ടുള്ള ചേഞ്ചുകളിലാണ് നമുക്ക് എന്ത് പറയുന്നത്, കോളനീകരണം. അങ്ങനെ ആ ചേഞ്ചസ് കൊണ്ട് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് എന്ത്, കോളനീകരണം അല്ലെങ്കിൽ കൊളോണിയലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. വേറൊരു രാജ്യം മറ്റൊരു രാജ്യത്തിനെ കൺട്രോൾ ചെയ്ത് അവിടുത്തെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക വ്യവസ്ഥ എന്ത് ചെയ്യുന്നു, മാറ്റിയെടുക്കുന്ന ആ ഒരു അവസ്ഥ, അതിനെയാണ് കോളനീകരണം എന്ന് നമ്മൾ പറയുന്നത്. ഇനി
അടുത്ത നമ്മൾ വരുന്ന ഒരു സെക്ഷനാണ് എന്ത്, ചരിത്രകാരന്മാർക്ക് എങ്ങനെയാണ് സോഴ്സസ്, എവിടെ നിന്നാണ് ഈ 250 വർഷത്തേക്ക് ഹിസ്റ്ററി എഴുതാനായിട്ട് അവർ ഉപയോഗിക്കുന്ന സോഴ്സസ് എന്തൊക്കെയാണ്. അതിൽ പ്രധാനമായിട്ട് അവർ ഉപയോഗിക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ റെക്കോർഡ്സ് ഓഫ് ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഒഫീഷ്യൽ റെക്കോർഡ്സ് ആണ് അവർ ഉപയോഗിക്കുന്നത്. ഈ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രത്യേകം എന്ന് പറഞ്ഞാൽ അവർ ചെയ്തിരിക്കുന്ന ഓരോ കാര്യം എന്ത് ചെയ്തിരുന്നു, അവർ റിട്ടേൺ ചെയ്ത് നീറ്റായിട്ട് എന്ത് ചെയ്തിരുന്നു, കീപ്പ് ചെയ്തിരുന്നു. എവരി ഇൻസ്ട്രക്ഷൻ, പ്ലാൻ, എഗ്രിമെന്റ് ഇതൊക്കെ അവർ റിട്ടേൺ ചെയ്ത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു. അത് പിന്നീട് അവർ സ്റ്റഡി ചെയ്യുകയും അതിനെ ബേസ് ചെയ്തിട്ട് പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിനോട് ചേർന്ന് ഇത് സൂക്ഷിക്കാനായിട്ട് പ്രത്യേക ആർക്കൈവ്സ് ഇതൊക്കെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ദേ ഷുഡ് ബി പ്രിസർവ്ഡ്, അവരേതാണ് ഇത് പ്രിസർവ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് അറിയാമായിരുന്നു. റെക്കോർഡ് റൂമുകളൊക്കെ സെറ്റപ്പ് ചെയ്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ നമ്മുടെ ഈ പണ്ടത്തെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ അവൈലബിൾ ആണ്, നമ്മുടെ നാഷണൽ ആർക്കൈവ്സ് അറ്റ് ഡൽഹി കേട്ടോ. നമ്മുടെ ഡൽഹിയിലാണ് നാഷണൽ ആർക്കൈവ്സ്. അവിടേക്ക് ഇപ്പോൾ പിന്നീട് പ്രിന്റിംഗ് ഒക്കെ വന്നതിന് ശേഷം ഇവരുടെ ഡാറ്റയൊക്കെ മൊത്തം പ്രിന്റ് എടുത്ത് ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ കോപ്പികളൊക്കെ. തുടക്കത്തിൽ ഇതൊക്കെ കാലിഗ്രാഫിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഇത് പകർത്തി സൂക്ഷിച്ചെഴുതി വെച്ചിരുന്നത്. കാലിഗ്രാഫിസ്റ്റ് എന്ന് പറയുന്നത്, കാലിഗ്രാഫിസ്റ്റ് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും. അതായത് ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് എന്നാണ് കാലിഗ്രഫി എന്ന് പറയുന്നത്. അങ്ങനെ എഴുതുന്ന ആൾക്കാരാണ് കാലിഗ്രാഫിസ്റ്റ് എന്ന് അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഉപയോഗിച്ചാണ് പണ്ട് ഇതൊക്കെ കോപ്പി ചെയ്തിരുന്നത്. പിന്നീട് എന്ത് ചെയ്തു, പ്രിന്റിങ് വന്നപ്പോൾ കോപ്പികളൊക്കെ എടുത്ത് ആർക്കൈവ്സിലാണ് സൂക്ഷിച്ചത്. അപ്പം നമ്മുടെ നാഷണൽ ആർക്കൈവ്സ് എവിടെയാണ്, ഡൽഹിയിലാണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മളുടെ ബ്രിട്ടീഷ് നേരത്തെ പറഞ്ഞ ജെയിംസ് മില്ലിന്റെ ക്ലാസിഫിക്കേഷൻ കൂടാതെ ഏൻഷ്യൻ, മിഡീവൽ, മോഡേൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ട, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്ന 1453 ശേഷമാണ്. പക്ഷെ ആ ടൈമിൽ നമ്മളിവിടെ മോഡേൺ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ മോഡേൺ ടൈമിന്റെ എല്ലാ ഇതും ലോകത്ത് ഒരേപോലെ ആയിരുന്നില്ല എന്ന് ഓർക്കുക. കൊളോണിയൽ റൂള് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ്. അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ പിടിച്ചടക്കുമ്പോൾ, കോൺകർ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, കൾച്ചറൽ പരമായിട്ടുള്ള മാറ്റത്തിനെയാണ് കൊളനീകരണം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇനി ചരിത്രകാരന്മാർ എങ്ങനെയാണ് ഹിസ്റ്ററി എഴുതിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. അതിനുവേണ്ടി അവർ പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്ന ഒന്നാണ് ബ്രിട്ടീഷുകാരുടെ അഡ്മിനിസ്ട്രേഷന്റെ ഒഫീഷ്യൽ റെക്കോർഡ്സ്. അവരത് ഭംഗിയായിട്ട് കീപ്പ് ചെയ്യുമായിരുന്നു. ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണ്, പിന്നീട് അവരത് പുതിയ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റഡി ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട് അതിനവർ മ്യൂസിയംസും ആർക്കൈവ്സ് ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാഷണൽ ആർക്കൈവ്സ് എവിടെയാണ്, ന്യൂഡൽഹിയിലാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഇനി അതേപോലെ തന്നെ അവർ അടുത്തതായിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് സർവേയിങ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതായിട്ട് അവർ കൊണ്ടുവന്ന സംഭവമാണ് സർവേയിങ്. അതായത് ബ്രിട്ടീഷുകാർ ബിലീവ് ചെയ്ത വേറൊരു കാര്യമുണ്ട്. അതായത് അവർ ഭരിക്കാൻ പോകുന്ന രാജ്യത്തിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുക എന്നുള്ളത്. അതായത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ ഒരു രാജാവാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു രാജ്യം ഭരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ ഓരോ കാര്യങ്ങളെയും പറ്റി നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാലാണ് നമുക്ക് അതിന് പ്രോപ്പറായിട്ട് നമുക്ക് ഭരണം നടത്താൻ പറ്റും. അതേ റൂൾ തന്നെയാണ് ഇവരും എന്ത് ചെയ്തത്. അതിനുവേണ്ടി അവർ ഉപയോഗിച്ചിരുന്നതാണ് സർവേകൾ. ആദ്യം തന്നെ രാജ്യം മൊത്തം മാപ്പ് ചെയ്യാനായിട്ട്, ഓരോ സ്ഥലങ്ങളെ അടയാളപ്പെടുത്താനായിട്ട് മാപ്പിങ്ങിന് വേണ്ടി സർവേ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ റവന്യൂ സർവേകൾ, വില്ലേജുകളിൽ എന്തൊക്കെ ക്രോപ്സ് ആണ് അവർ നടന്നത്, എങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്, ക്രോപ്പുകൾ, അങ്ങനെയുള്ള കൊമ്പോസിഷൻസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വില്ലേജുകളിൽ റവന്യൂ സർവേകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇനി അതേപോലെ അവർ നടത്തിയിരുന്നതാണ് സെൻസസ് നടത്തിയത്. നമ്മളിപ്പോൾ ഓരോ 10 കൊല്ലം കൂടുന്ന നടത്തുന്ന സെൻസസ് 1872 കേട്ടോ സെൻസസ് ഒഫീഷ്യലി. റിപ്പൺ പ്രഭു എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ പഠിക്കുമ്പോൾ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. എത്രമാത്രം ആൾക്കാരുണ്ട്, ഏതൊക്കെ റിലീജിയനിൽ പെട്ടാണ്, എന്തൊക്കെ ഒക്യുപ്പേഷനാണ് ഇവർ ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ സെൻസസിൽ കൂടെ കിട്ടുക. ദീസ് റെക്കോർഡ്സ് ടെൽ വാട്ട് ഒഫീഷ്യൽസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള സർവേസ് ഒക്കെ അവർ എടുത്തിരുന്നു. കാരണം എന്നാൽ മാത്രമാണ് പ്രോപ്പറായിട്ട് നമ്മുടെ രാജ്യത്തെ അവർക്ക് ഭരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവർ മനസ്സിലാക്കിയത്. ഇനി അതേപോലെ തന്നെ അടുത്താണ് നമ്മുടെ റെക്കോർഡുകളെയൊക്കെ പറ്റി. ഇവർ കീപ്പ് ചെയ്തിരുന്ന ഈ റെക്കോർഡുകളിൽ അവരുടെ ഇൻട്രസ്റ്റുകളാണ് എന്ത് ചെയ്തിരുന്നത്, കാണിച്ചിരുന്നത്. അതായത് ഈ പറഞ്ഞ റെക്കോർഡുകളും എല്ലാത്തിലും നമ്മുടെ അവരുടെ പോയിന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ബ്രിട്ടീഷുകാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് കാര്യങ്ങളെ പറയുന്നത്. They did not tell what people in the country felt. സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെ പറ്റിയൊന്നും, അല്ലെങ്കിൽ അവരെങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതിനെ പറ്റിയൊന്നും എഴുതിയിരുന്നില്ല. അവരുടെ പോയിന്റ് ഓഫ് വ്യൂ, അവർ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലാണ് കഥകളെ പറഞ്ഞത്. സോ വി ഹാവ് ടു ലുക്ക് ഫോർ അതർ സോഴ്സസ് ലൈക്ക് ഡയറീസ് ഓഫ് പീപ്പിൾ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ ഒഫീഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് ബുക്കുകളെ നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ ഇവിടുത്തെ വ്യക്തികളുടെ ഡയറീസ് അല്ലെങ്കിൽ
പിൽഗ്രിമുകളുടെ പുസ്തകങ്ങൾ, യാത്രക്കാരുടെ സഞ്ചാരികളുടെ കാര്യങ്ങൾ, ന്യൂസ് പേപ്പേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കോമൺ മാനിൻ്റെ ഫീലിങ്ങളെ പറ്റിയും കാര്യങ്ങളെയൊക്കെ പറ്റി അറിയാൻ പറ്റും. ഇനി പ്രിന്റിങ്ങും ഇതൊക്കെ സ്പ്രെഡായി തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ പറ്റി, ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ, റിഫോമേഴ്സ്, സോഷ്യൽ റിഫോമേഴ്സും എഴുത്തുകാരും അവരുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതൊക്കെ അപ്പോൾ സമൂഹത്തിൽ ഡിബേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങി. ഇനി ഇവിടെയും ലിമിറ്റേഷൻസ് ഉണ്ട്. എഴുത്തും വായനയും അറിയാവുന്ന ആൾക്കാരുടെ കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന ഡയറിയിൽ കൂടെയും അതേപോലെ ഈ പറയുന്ന ഇതിൽ കൂടെയൊക്കെ കിട്ടത്തുള്ളൂ. ഇവിടെ നമ്മൾ മിസ്സായി പോകുന്ന ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓർഡിനറി പീപ്പിൾ, ട്രൈബൽ പീപ്പിൾ, ഇവരുടെ ഒന്നും ലൈഫൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടാതെ പോകാറുണ്ട് എന്ന് പറയും. ഇനിയുള്ള വരുന്ന ചാപ്റ്ററുകളിൽ നമ്മൾ ഇവരെയൊക്കെ പറ്റി കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ടറി ചാപ്റ്ററാണ്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു ചാപ്റ്റർ എടുത്തുന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാമെന്നല്ലാതെ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അതേപോലെ തന്നെ എന്താണ് ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെ ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഹൗ, വെൻ ആൻഡ് വെയർ ആണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. എങ്ങനെയാണ് നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഡേറ്റ് മാത്രം അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നതല്ല. ചില സന്ദർഭങ്ങളിൽ എന്താണ് നമുക്ക് കൃത്യമായിട്ട് ഡേറ്റ് പറയാൻ പറ്റാത്തതുണ്ട്. ഈ ഡേറ്റ് എവിടെയാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. ഇനി ഹിസ്റ്ററി എന്ന് പറയുന്നത് എങ്ങനെയാണ് ചേഞ്ചസ് ഉണ്ടായത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതേപോലെ തന്നെ ജെയിംസ് മില്ലിൻ്റെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ എങ്ങനെയാണ് പുള്ളിക്കാരൻ ഡിവൈഡ് ചെയ്തതെന്ന് പറഞ്ഞു. അതുകൂടാതെ ഏൻഷ്യൻ, മെഡീവൽ, മോഡേൺ എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് കോളനീകരണം അല്ലെങ്കിൽ കൊളോണിയലൈസേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതേപോലെ തന്നെ സർവേകൾ നടത്തുന്നതിൻ്റെ ആവശ്യകതയെ പറ്റി, എന്തിനു വേണ്ടിയിട്ടാണ് അവർ സർവേ നടത്തിയെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അങ്ങനെ നമ്മളുടെ ഇത് കിട്ടണമെങ്കിൽ കോമൺ പീപ്പിൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ, ഇന്ത്യക്കാരുടെ ഫീലിംഗ് അറിയണമെങ്കിൽ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ നോക്കണം എന്ന് പറഞ്ഞു. എന്നാലും മിസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് ഓർഡിനറി ട്രൈബൽ പീപ്പിളിൻ്റെ ജീവിതം എന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മളിവിടെ തീർത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സജഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു.